ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2024 സ്കീമിന്റെ ഒരു എക്സാം ഓറിയന്റേഷൻ വീഡിയോ ആണ്. അതായത് നിങ്ങൾ എങ്ങനത്തെ രീതിയിലാണ് എക്സാം എഴുതേണ്ടത്, ആൻഡ് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്, ആൻഡ് അതിന്റെ ടൈം മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതുപോലെ തന്നെ ഞാൻ പേഴ്സണലി എക്സാം എഴുതിയ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്തത്, അതുപോലെ തന്നെ എക്സാംസിന് മാർക്ക് കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടായിട്ട് പോകുന്നത്. ആൻഡ് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകാൻ നേരത്ത് നമുക്ക് അറിയാൻ പറ്റും, അതായത് KTUവിന്റെ എക്സാം എന്ന് പറയുന്നത് ഏകദേശം 2 hours 30 minutes ആണ്. സോ ഇതിനുള്ളിൽ തന്നെ നമ്മൾ എന്തായാലും എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഒരു 15 minutes അല്ലെങ്കിൽ ഒരു 10 minutes എങ്കിലും നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ വായിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതായത് നിങ്ങൾ ആക്ച്വലി ആ ഒരു എൻഡ് ഓഫ് ടൈമിൽ മാത്രം നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും എഴുതി കൊടുക്കുക എന്നതിന് പകരം കുറച്ച് ഒരു 10 minutes മുന്നെങ്കിലും നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. കാര്യം ചിലപ്പോൾ അതിൽ കുറേയധികം മിസ്റ്റേക്കുകൾ, കാര്യം നിങ്ങൾ ആലോചിച്ച് എഴുതി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു മിസ്റ്റേക്സുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളൊരു 10 minutes എങ്കിലും മുൻപേ ഓരോ ക്വസ്റ്റ്യൻസും എടുത്ത് വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതിയ ഉത്തരം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ടോ, ഇൻ കേസ് അതൊരു ഗ്രാമറിൽ തന്നെയാണോ മിസ്റ്റേക്ക് വരുന്നത് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആക്ച്വലി ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പറുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടാണോ ഇട്ടിരിക്കുന്നത് പോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ എക്സാമിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉത്തരം എഴുതുന്നത് പോലെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുന്നത് അങ്ങനത്തെ ലെവലിൽ ചിന്തിക്കാതെ നിങ്ങൾ ഈ പറയുന്ന KTUവിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആക്ച്വലി പ്രസന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും വൃത്തിക്കും നല്ല രീതിയിൽ നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഒരിക്കലും ലൈക്ക് വലിച്ചു വാരി എഴുതരുത്. ആൻഡ് അക്ഷരങ്ങൾ നല്ലതായിരിക്കണം. അതായത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ റഫായിട്ട് എഴുതുന്ന പോലെ എഴുതുപോയത്. കാര്യം നമ്മൾ പ്രസന്റ് ചെയ്യുവാണ് അല്ലേ, നമ്മൾ ആക്ച്വലി ആരും കാണുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്, നമ്മുടെ ആ ഒരു ആൻസറുകൾ എങ്ങനെ എഴുതിയിരിക്കുന്ന രീതികളാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക, എന്നാൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു സ്കോർ കിട്ടും. കാര്യം പ്രസന്റേഷൻ ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ വൃത്തിക്ക്, നല്ല ഇപ്പോൾ ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വരച്ച് നിങ്ങൾ എഴുതുക, നല്ലോണം നിങ്ങൾ ആക്ച്വലി പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ആക്ച്വലി ഇതിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി പറയാം. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഈ പറയുന്ന KTUവിൽ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യേണ്ട മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 60 marks ആയിരിക്കും അല്ലേ. അതായത് ഒരു എക്സാമിൽ നിന്ന് നിങ്ങൾ കിട്ടേണ്ട അല്ലെങ്കിൽ മേടിക്കേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 60 marks ആണ്. ആൻഡ് അതിൽ A പാർട്ടും B പാർട്ടും ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് KTUവിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ന് പറയുമ്പോൾ A പാർട്ട് B പാർട്ട് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഉണ്ടാകുക. ആൻഡ് A പാർട്ടിൽ നമുക്ക് ഗെയിൻ ചെയ്യേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. 8 ക്വസ്റ്റ്യനിലും ഓരോ ക്വസ്റ്റ്യനും 3 marks വീതമാണ് ഉണ്ടാകുക. അപ്പൊ എത്ര മാർക്ക്? 24 marks ആണ് നമുക്ക് എന്ത് ചെയ്യുക, A പാർട്ടിൽ നിന്ന് മാത്രം നമുക്ക് ഗെയിൻ ചെയ്യേണ്ട മാർക്ക്. ഇനി നമ്മൾ B പാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 modules ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 4 modules നിന്നും കൂടി ഓരോ, അതായത് നമുക്ക് ഗെയിൻ ചെയ്യേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ modules നിന്നും 9 mark, അതായത് ഇത്രയും 36 marks ആണ് നമുക്ക് B പാർട്ടിൽ നിന്ന് ഗെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് KTUവിൽ ഇപ്പോൾ ഓരോ മോഡ്യൂളിൽ നിന്നും 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക ആ ഒരു എക്സാമിൽ. ഓക്കെ, ഇനി നമ്മൾ A പാർട്ടും B പാർട്ടും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്കറിയാം എന്താണ്, 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് A പാർട്ടിൽ ഉണ്ടാകും. ഓക്കെ, 8 ക്വസ്റ്റ്യൻസ്. അതിൽ ക്വസ്റ്റ്യൻ 1 ആൻഡ് ക്വസ്റ്റ്യൻ 2 എന്ന് പറയുന്നത് മോഡ്യൂൾ 1 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ 3 ആൻഡ് ക്വസ്റ്റ്യൻ 4 എന്ന് പറയുന്നത് സെക്കൻഡ് മോഡ്യൂളിൽ നിന്നായിരിക്കും. ആൻഡ് ക്വസ്റ്റ്യൻ 5 ആൻഡ് ക്വസ്റ്റ്യൻ 6 എന്ന് പറയുന്നത് തേർഡ് മോഡ്യൂളിൽ നിന്നായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ 7 ആൻഡ് ക്വസ്റ്റ്യൻ 8 എന്ന് പറയുന്നത് ഫോർത്ത് മോഡ്യൂളിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് A പാർട്ടിൽ. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും 3 marks വീതമാണ് ഉള്ളത് എന്ന് നമുക്കും അറിയാം. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും ഉത്തരം എഴുതേണ്ടത്? 3 marks എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 3 points തന്നെ നിങ്ങൾ അതിൽ എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റിനും ഒരു 3 points എഴുതിയാൽ മതിയാവും. പിന്നെ നിങ്ങൾ അഡീഷണൽ ഒരു 4 or 5 points എഴുതുവാണെങ്കിൽ ഇൻ കേസ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പോയിന്റ് തെറ്റിപ്പോയി കൂടി അത് കോമൻസ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കൊള്ളും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 marksന് 3 point ആണെങ്കിൽ കൂടി നിങ്ങളൊരു 4 or 5 എഴുതിക്കോ, ഇനി അതൊരു പ്രശ്നമില്ല. പിന്നെ ഒത്തിരി ടൈം നിങ്ങളവിടെ കളയരുത്. കാര്യം നിങ്ങൾ ഏകദേശം ഓരോ ക്വസ്റ്റിന് വേണമെങ്കിൽ ഒരു 5 minutes നിങ്ങൾ എടുത്തു. ഓക്കെ, അങ്ങനത്തെ രീതിയിലേക്ക് നിങ്ങൾ ഉത്തരം എഴുതാവുള്ളൂ. കാര്യം നമുക്ക് B പാർട്ടിൽ ടൈം നമുക്ക് വേണം. ഓക്കെ, ഇനി നിങ്ങൾ B പാർട്ട് വരാൻ നേരത്തെ നമുക്ക് 4 modules ആണ് ഉള്ളത്. സോ നമുക്ക് ഓരോ മോഡ്യൂളിൽ നിന്നും
നിങ്ങൾക്ക് 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. സോ ചിലതെന്ന് പറയുന്നത് ഇതെല്ലാം SA ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി 9 മാർക്കിന്റെ തന്നെ ആയിരിക്കും. ചിലതെന്ന് പറയുമ്പോൾ ഏകദേശം ചിലപ്പോൾ 5 മാർക്സ്, അത് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. 5 or 4 മാർക്സ് എന്ന രീതിയിൽ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് വരാം. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ബി പാർട്ടിൽ നിങ്ങൾക്ക് 4 മൊഡ്യൂൾസിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ മോഡ്യൂളിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. സോ ഈ ഓർ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതുക, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ എഴുതുക. അപ്പോൾ അങ്ങനത്തെ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡയറക്ട്ലി 9 മാർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് തന്നെ 2 സ്പ്ലിറ്റ് അപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ 5ന്റെയും 4ന്റെയും അങ്ങനത്തെ ഒരു സബ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്ട്ലി 9 മാർക്ക്. അപ്പോൾ അത് നിങ്ങൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അത് ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഏതെങ്കിലും ഒരു സെഷൻസ് നിങ്ങൾ വൃത്തിക്ക് എഴുതിയാൽ മതി. അങ്ങനെ നിങ്ങൾ 4 മോഡ്യൂൾ നിങ്ങൾ അങ്ങനെ എഴുതുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡ്യൂളിൽ ചെന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ഒരു ഓർ ക്വസ്റ്റ്യൻ എഴുതി, സോ അതിൽ ഓർ ക്വസ്റ്റ്യൻ എഴുതിയ അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഓർ ക്വസ്റ്റിന്റെ അപ്പുറമുള്ള ക്വസ്റ്റ്യൻസ് കൂടി, അതായത് ആ ഓർ ഇട്ടേക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ എഴുതുക. ഒരിക്കലും നിങ്ങൾ ഈ 4 മോഡ്യൂളും എഴുതി കഴിയാണ്ടിരിക്കലും ആ ഓർ ക്വസ്റ്റിന് കൂടി എക്സ്ട്രാ അറ്റൻഡ് ചെയ്യാൻ നോക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ 4 മോഡ്യൂളിൽ നല്ല ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് നിങ്ങൾക്ക് പിന്നെയും മാർക്ക് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ. കാര്യം ഇപ്പോൾ ഓർ ക്വസ്റ്റിനും തന്നെ നിങ്ങൾ പിന്നെയും ഓർ പാർട്ടും കൂടി അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ വന്നാലും അതിന് 9 മാർക്ക് കിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറം പോവില്ല. അപ്പം നിങ്ങൾക്ക് 4ാമത്തെ മോഡ്യൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ആ 9 മാർക്കേ നിങ്ങൾക്ക് പോകും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ 4 മോഡ്യൂളിൽ നിന്നും നിങ്ങൾ ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർ ക്വസ്റ്റ്യൻ എക്സ്ട്രാ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യുക. അല്ലാതെ ഒരിക്കലും ഓർ ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്ത് ഓരോ മോഡ്യൂളിലും ഉണ്ടാകുന്ന ഓർ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ എക്സ്ട്രാ അറ്റൻഡ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് മാത്രമേ അങ്ങനെ ചിന്തിക്കാവുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ആ ഓർ ക്വസ്റ്റ്യൻ കൂടി എഴുതാം. അപ്പോൾ ഇപ്പോൾ എഴുതിയത് തെറ്റാണെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്, എല്ലാം എഴുതി കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ വേണം നിങ്ങൾ ഉത്തരങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. ഇനി നിങ്ങൾ ബി പാർട്ട് എടുക്കുവാണെങ്കിൽ ബി പാർട്ടിൽ നമുക്കറിയാം എന്താണ്, അവിടെ SA ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുന്നത് ഒരു കുറേയധികം പാരഗ്രാഫ്സ് ആണെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കീപ്പ് ചെയ്യുക. ഓക്കെ, അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉത്തരങ്ങൾ നോക്കുന്ന ടൈമുകളിൽ ആക്ച്വലി ആൻസർ കീ എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ടാവും. സോ ഈ ആൻസർ കീ വെച്ചിട്ടായിരിക്കും ആൻസറുകൾ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുവാണെങ്കിൽ അത് ഇവാലുവേറ്ററിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ ആൻസർ കീ നോക്കുമ്പോൾ ഓക്കെ ഇങ്ങനെ പോയിന്റ്സ് ആ ഉത്തരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും നമ്മുടെ പ്രസന്റേഷൻ രീതി തന്നെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് മാറാൻ ചാൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്ക് അതിന് ഫുള്ള് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ആൻഡ് ഗ്രാഫുകളുള്ള പടം അല്ലെങ്കിൽ ഡയഗ്രാംസ് ഉള്ള പടം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയഗ്രാംസ് വരച്ച് തന്നെ പോവുക. ആൻഡ് ഇറ്റ് വിൽ ബി അതൊരു ബെനിഫിറ്റഡ് പാർട്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാമെന്ന് ഓൾറെഡി ആ ഡയഗ്രാം വരയ്ക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നിങ്ങൾ പ്രസന്റ് ചെയ്യുക. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ആൻഡ് പ്രസന്റ് ചെയ്യുന്ന രീതി ഒരിക്കലും വാരി വലിച്ച് ഒരു മനസ്സിലാത്ത രീതിയിലൊന്നും എഴുതി വെക്കരുത്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പിനൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ പ്രസന്റർ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന ആൾ നല്ല രീതിയിൽ പ്രസന്റ് നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആൻസർ ഷീറ്റിൽ നമ്മൾ പ്രസന്റ് ചെയ്യുകയാണ്. സോ നല്ല രീതിയിൽ വൃത്തിക്ക് അണ്ടർലൈൻ ചെയ്ത് ഡയഗ്രാംസ് ഒക്കെ വരച്ച് നല്ല വൃത്തിക്ക് എഴുതുവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇറ്റ് ഷുഡ് ഗോട്ട് ലൈക്ക് ഒരു ഫുൾ മാർക്ക് തന്നെ നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, സോ അങ്ങനത്തെ രീതിയിൽ അണ്ടർലൈൻ ഒക്കെ ചെയ്ത് ഡയഗ്രാമുകളൊക്കെ വരച്ച് നിങ്ങൾ വൃത്തിക്ക് എഴുതാൻ ശ്രമിക്കുക. സോ ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ ആക്ച്വലി എക്സാമിന് ഫോളോ ചെയ്തത്. അതുപോലെ തന്നെ ഈ പറയുന്ന ബി പാർട്ടിൽ നിങ്ങൾക്ക് ഓരോ ഉത്തരം എഴുതാനും നിങ്ങൾക്ക് ഏകദേശം ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ടൈം നിങ്ങൾ എടുക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആക്ച്വലി നിങ്ങളിലേക്ക് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി DM ചോദിക്കുന്നതാണ്. കാര്യം എൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെയും കൊടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോസിൽ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്, വെരി ബെസ്റ്റ് വിഷസ് ഫോർ യു എക്സാം. ബൈ.